അല്ല, ഞാനത് എവിടുന്നാണ് എങ്ങനെയാണ് ഈ ആവശ്യം വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനെന്തെങ്കിലും വിദഗ്ധ പഠനം നടത്തിയിട്ടുണ്ടോ? 2000 കോടിയാണോ, 3000 കോടിയാണോ, അല്ല 1500 കോടിയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. നമ്മൾ പൊതുജനത്തിന് ഇതൊന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നരേന്ദ്രമോദി സർക്കാരും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും എല്ലാം വളരെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്ര സർക്കാരിന്റെ സത്വര ശ്രദ്ധ ഈ ദുരന്തമുണ്ടായി 1 മണിക്കൂറിനകം തന്നെ നമ്മൾ കണ്ടതാണ്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. കേന്ദ്രം കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. എല്ലാ അടിയന്തര സഹായങ്ങളും ആ ദുരന്തമുഖത്ത് നൽകിയിട്ടുണ്ട്. പുനരധിവാസത്തിന്റെ കാര്യത്തിലും അതിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള സഹായങ്ങളുണ്ടാവും. ഈ L3 കാറ്റഗറിയിലുള്ള ഒരു തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ എന്തെങ്കിലും കേന്ദ്ര സർക്കാരിനെയോ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം തന്നെ ദുരന്തമുണ്ടായ ദിവസം മുതൽക്ക് തന്നെ ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെയും അതുപോലെ ഞങ്ങൾ 2 മന്ത്രിമാർ മുഖാന്തരം പ്രധാനമന്ത്രിയെയും ഒക്കെ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഇക്കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിവേദനത്തിന്റെ കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. ഇത് ഏത് കാറ്റഗറിയിലാണ് പെടുക എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച്, മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് ഏത് കാറ്റഗറിയിലായാലും കേരളത്തിന് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കും. കേരളം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മളാരും കൂടെ പാക്കേജ് എന്ന് പറയുന്നത് പഠിച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ടായിരിക്കാൻ അറിയില്ല. കാരണം ഇത്രയും ദിവസത്തിനുള്ളിൽ 2000 കോടിയാണോ 3000 കോടിയാണോ എന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? മന്ത്രി പോലും അങ്ങനെ പറയുന്നില്ല 2000 കോടി രൂപയുടെ പാക്കേജാണെന്ന്. പക്ഷെ മാധ്യമങ്ങൾ എങ്ങനെ പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മന്ത്രി മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു രാജൻ പറഞ്ഞത് 2000 ആണോ 3000 ആണോ എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമയമായിട്ടില്ല. നമുക്ക് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങൾ, ഇതൊക്കെ ഒരു വിദഗ്ധ സംഘമാണ് പഠിക്കേണ്ടത്. രാഷ്ട്രീയക്കാരല്ല പഠിക്കേണ്ടത്. മന്ത്രിമാർക്ക് അത് ആദ്യം തന്നെ പറയാൻ സാധിക്കില്ല. ഞങ്ങൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരു തെറ്റായ നെറേറ്റീവ് ഉണ്ടാക്കാൻ കുറെ ആൾക്കാർ ശ്രമിക്കുകയാണ്. ഇത്രയും കാലം കേരളത്തിന് കിട്ടിയതൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടല്ല. ഇപ്പോഴും കേന്ദ്രം നൽകിയ തുക കേരളത്തിന്റെ കയ്യിലുണ്ട്. ചെലവഴിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. നിങ്ങളാരും അത് ചർച്ച ചെയ്യുന്നേ ഇല്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും കേന്ദ്രം അനുവദിച്ച തുകയിലും ചെലവഴിക്കപ്പെടാതെ കിടക്കുന്ന തുക ഇപ്പോഴും ഉണ്ട്.